കൊച്ചോളി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരാളെ പരിചയപ്പെടുത്താനാണ്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ താമസിക്കുന്ന ശ്രീകാന്ത് എന്നുള്ളൊരു വ്യക്തിയാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ആളത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്ന കുറച്ച് രൂപങ്ങളുണ്ട്. അതായത് പ്ലാവിന്റെ തടിയിൽ ഭദ്രകാളിയുടെ ഒരു രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. 16 കൈകളിൽ ആയുധം ഏന്തിക്കൊണ്ട് നിൽക്കുന്ന ഉഗ്രരൂപയായിട്ട് തന്നെ നിൽക്കുന്ന ഭദ്രകാളിയുടെ രൂപമാണ് അദ്ദേഹം പ്ലാവിന്റെ തടിയിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, പുള്ളിക്ക് വേറെ കുറെ കഴിവുകളുണ്ട്. സോപ്പിലും തെർമോക്കോളിലും ഒക്കെ ഭഗവാന്മാരുടെയും ഓരോ രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാഗണിയുടെ തടിയിൽ പുള്ളിക്കാരൻ ഒരു ഗാന്ധിജിയുടെ രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ശ്രീകാന്തിന്റെ വിശേഷങ്ങളുമായിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമസ്കാരം, എൻ്റെ ഒരു ശ്രീകാന്ത്, ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയുടെ സ്വദേശം. ഞാൻ പുതിയതായിട്ട് ചെയ്തൊരു ഭദ്രകാളി സങ്കല്പത്തിലുള്ള വിഗ്രഹമാണ്. പ്ലാവിൻ്റെ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. 16 കൈകളിൽ ആയുധവിന്യാസങ്ങളോട് കൂടിയുള്ള ഭദ്രകാളി സങ്കല്പമാണ്. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് കാക്കൂർ ആമ്പശ്ശേരിക്കാവ് ക്ഷേത്രത്തിലേക്കാണ്. കൂത്താട്ടുകുളം ഒരു വ്യക്തി സമയം വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കാണ് ചെയ്തിരിക്കുന്നത്. ഉഗ്രരൂപത്തിലുള്ള ഭദ്രകാളി സങ്കല്പമാണ്. വേതാളിയുടെ പുറത്തേറിയിരിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 16 കൈകളിലും ആയുധങ്ങളോടുകൂടി പളിവാള് പാനപാത്രമായിട്ടാണ് ഇരു കൈകളിലും വരുന്നത്. ശംഖും ചക്രവും പിന്നെ ആയുധങ്ങളാണ് ശൂലം, വാള്, കടാര, പാശം, അൻപ്, ഉടുക്ക്, അങ്ങനെയാണ് ആയുധവിന്യാസങ്ങൾ വരുന്നത്. ഇതിന് മുന്നായിട്ട് ഏതെങ്കിലും നമ്മുടെ ഇത് വിഗ്രഹമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുഹമ്മ ചീരപ്പിഞ്ചിറ ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠാ വിഗ്രഹം ചെയ്തിട്ടുണ്ട്. കളരിഭദ്ര സങ്കല്പത്തിൽ അത് പ്രതിഷ്ഠാ വിഗ്രഹമായിട്ടാണ് ചെയ്തത്. ഒരു 2 അടി ഉയരത്തിലാണ് ചെയ്തിരിക്കുന്നത്. അത് പ്ലാവിന്റെ തടി തന്നെ ചെയ്തിരുന്നത്. 2 അടി ഉയരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് മാത്രമാണോ ചെയ്യുന്നത്? അല്ല, വേറെ ജോബുണ്ട്. ആലപ്പുഴ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ ബാക്കി ഇതിന്റെ കൂടെ ടൈം കിട്ടുന്നത് പോലെ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. നമുക്ക് സമയത്തിനനുസരിച്ചും ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. ഇതിപ്പോ ഒരു 4 മാസത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ. പ്ലാവിന്റെ തടിയിൽ ഇപ്പോൾ 2.5 ഇഞ്ച് തിക്നെസ്സിലാണ് വരുന്നത്. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതെ. ഞാൻ ചെയ്തതാണ്. ഇത് ചേട്ടന്റെ കുട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ചെയ്തതാണ്. ഇതൊരു കറക്റ്റ് അളവിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ആട്ടം കറക്റ്റാണ്. നല്ലൊരു പ്രത്യേകത. അപ്പോൾ ഇതിനിപ്പോൾ അത്യാവശ്യം ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും തമിഴ്നാട്ടിലേക്കൊക്കെ ആയിരുന്നു ഓർഡർ അത്യാവശ്യം വരുന്നത്. ഇത് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അതെ, ഇത് സോപ്പിൽ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. സോപ്പിൽ ചെയ്തിരിക്കുന്ന പത്മനാഭസ്വാമിയുടെ വിഗ്രഹമാണ്. ആനന്ദശയനം. ഒരു 4 വർഷമായി ചെയ്തിട്ട്. 4 വർഷത്തിന് മുകളിലായി. ഇതുവരെ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സോപ്പാണ്. ഇത് തടി തന്നെ, തേക്കിന്റെ തടി ചെയ്തിരിക്കുന്നതാണ്. ഇത് ലോക്ക്ഡൌൺ സമയത്ത് ചെയ്തൊരു വർക്കാണ്. അത്യാവശ്യം അപ്രീസിയേഷൻ കിട്ടിയൊരു വർക്കാണ്. ഇത് ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമാണ്. ഇത് തേക്കിന്റെ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 5 ഇഞ്ച് വലിപ്പമേ വരുന്നുള്ളൂ. ഇത് തെർമോക്കോൾ ചെയ്തിരിക്കുന്ന വർക്കാണ്. ഗീതോപദേശം, യുദ്ധപ്പുറപ്പാടാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 7-9 വർഷത്തിന് മുമ്പ് ചെയ്തൊരു വർക്കാണ്. പൂർണ്ണമായും തെർമോക്കോളിലാണ് ചെയ്തിരിക്കുന്നത്. ഈ അശോകസ്തംഭവും ഗണപതി വിഗ്രഹമൊക്കെ സോപ്പിൽ ചെയ്തിരിക്കുന്നതാണ്. മുകളിലുള്ളത് തടി തന്നെയാണ്. മഹാഗണി വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതും സോപ്പിൽ ചെയ്ത വർക്കാണ്. അത് കഴിഞ്ഞ ശിവരാത്രിക്ക് ചെയ്തതാണ്. ശിവരാത്രിയോട് അനുബന്ധിച്ച് ചെയ്തൊരു വർക്കാണ്. ഇപ്പോൾ 1 വർഷത്തിന് മുകളിലായി. പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് കൂവളത്തിന്റെ കായാണ്. കൂവളത്തിന്റെ കായൽ ചെയ്തിരിക്കുന്നതാണ്. ഭസ്മ കുടുക്കയാണ്. ഭസ്മ നമുക്ക് ഇട്ട് വെക്കാം. ഇത് തടിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. നാഗത്തിന്റെ ഒരു ഇത് ക്യാപ്പ് പോലെയാണ്. ഇത് കൂവളത്തിന്റെ കായാണ്. ഇതില് ഭസ്മം നമുക്ക് അതെ. ഇതിന്റെ ഒരു ക്യാപ്പ് പോലെ വരുന്നതാണ്. ഇത് തടിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് അത്യാവശ്യം നമുക്ക് ഓർഡർ വന്നൊരു ഇതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പേജിൽ ഇട്ടതിന് ശേഷം അത്യാവശ്യം ഓർഡർ വന്നൊരു. ശില്പനിർമ്മാണത്തിലേക്ക് ഒരു ലോക്ക്ഡൌൺ സമയത്താണ് കൂടുതലായിട്ട് സമയത്ത് ചെയ്തു തുടങ്ങിയത്. ശേഷം നമ്മൾ വർക്കുകൾ ചെയ്ത് അത്യാവശ്യം ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഓർഡറുകൾ സ്വീകരിക്കാറുണ്ട്. ഇത് ഗാന്ധിജിയുടെ ഒരു പോർട്രേറ്റ് ആണ്. അതെ, തടിയിൽ തന്നെയാണ്. അത് മഹാഗണി വുഡാണ്. അതെ, ഇത് തേക്കിന്റെ തടിയിലാണ്. സിംഹത്തിന്റെ ഒരു ഫേസ് ആണ്. ഇതൊരു ഡോർ നോക്കറായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് മഹാഗണി വുഡിൽ ചെയ്തിരിക്കുന്നതാണ്. ഡോർ നോക്കറാണ്.
മഹാഗണി വുഡാണല്ലോ. അതെ അതെ, മഹാഗണി വുഡാണ്. അത്യാവശ്യം ഓർഡർ കിട്ടിയൊരു ഇതാണ്, ചെയ്യുന്നുണ്ട് ഇത്. ഇതൊന്നും കൊണ്ട് തീരുന്നില്ല ശ്രീകാന്തിന്റെ കഴിവുകൾ. സോപ്പിലും തെർമോക്കോളിലുമായി നിരവധി രൂപങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു. ഈ മുഹമ്മക്കാരനായ ശ്രീകാന്തിനെ എത്ര പ്രശംസിച്ചാലും മതിയാകുന്നില്ല. ഇനിയും നിരവധി വർക്കുകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചോളി വ്ലോഗ്സിന്റെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയ ശ്രീകാന്തിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.